പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാവുങ്കാൽ മുതൽ കേളോത്ത് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സുഹൃത്തുക്കളെ, ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ നല്ല സ്പീഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, അടുത്തടുത്തുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സ്പീഡിലാണ് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മാവുങ്കാൽ മുതൽ ഏകദേശം ചട്ടഞ്ചാൽ വരെ നല്ല സ്പീഡിലാണ് വർക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നുള്ളത്. ഇപ്പോൾ മാവുങ്കാൽ തന്നെ ഏകദേശം ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ മാവുങ്കാൽ കഴിഞ്ഞ് ഈ രാംനഗർ എന്ന് പറഞ്ഞ ഭാഗത്ത് അതിൻ്റെ എതിർവശത്തുകൂടിയാണ് റോഡ് റീ അലൈൻമെൻറ്റ് നടന്നിട്ടുള്ളത്. ആ ഭാഗത്ത് വലിയ താഴ്ചയുള്ള ഭാഗം ആയതിനാൽ ആ ഭാഗത്ത് റീറ്റെയിൻ വാൾ നിർമ്മാണവും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മണ്ണ് ഫുള്ള് ഫില്ല് ചെയ്തിട്ടാണ് ആ ഭാഗത്ത് റോഡ് നിർമ്മിക്കേണ്ടത്. അപ്പം ഫില്ല് ചെയ്യുന്ന വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാംനഗർ ഭാഗത്തുള്ള അണ്ടർപാസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഈ ഭാഗത്തുള്ള റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. പിന്നെ മണ്ണിട്ട് ഫില്ല് റീറ്റെയിൻ വാൾ നിർമ്മിച്ച കഴിഞ്ഞ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്, കാണാൻ സാധിക്കും.
നിലവിൽ വർക്ക് കുറച്ച് സ്ലോ ആയ ഭാഗം ഇതാണ്. ഇപ്പം ഇടതുവശത്ത് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വലതുവശത്താണ് ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുള്ളത്. അന്ന് തകർന്നു പോയ ഭാഗം ഇപ്പോഴും അതേപോലെ തന്നെ വെള്ളത്തിൽ ഉണ്ട് സാധനമെല്ലാം. പിന്നെ ഇതിനു വേണ്ടിയുള്ള ഗർഡറിൻ്റെ നിർമ്മാണം അപ്പുറത്ത് നടന്നിട്ടുണ്ട്. എല്ലാം കാസ്റ്റിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെയും ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം എന്നാണ് കരുതുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് ശേഷം, അതായത് ഇപ്പോൾ ഈ പുല്ലൂർ വയൽ കഴിഞ്ഞതിന് ശേഷമാണ് നല്ല ഹൈ സ്പീഡ് വർക്ക് നടന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവും ഈ ഭാഗത്ത് നല്ല വർക്ക് സ്പീഡ് നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം താഴെ ഒരു 4 ഗർഡറുകൾ കാസ്റ്റിംഗ് വർക്ക് കഴിഞ്ഞ് വെച്ചിട്ട് കാണാം. അപ്പം അതിന് അടുത്തേക്ക് ആവശ്യമായ ഗർഡറുകളാണത്. ഇപ്പം ഈ ഭാഗത്ത് പുല്ലൂർ ജംഗ്ഷൻ ഭാഗത്ത് അണ്ടർപാസ് ഉണ്ടല്ലോ, അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ നല്ല സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്തിപ്പോൾ ഏകദേശം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് ശേഷമുള്ള വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുകയാണ്. മറുവശത്തും മണ്ണ് ഫില്ല് ചെയ്യുന്നതും പിന്നെ റീറ്റെയിൻ വാൾ നിർമ്മിക്കുന്നതുമായ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഇപ്പോഴും പെൻഡിങ് നിൽക്കുകയാണ്. ആ ഭാഗത്തിപ്പോൾ താൽക്കാലികമായിട്ടുള്ള റോഡ് ആണ് നിർമ്മിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ആ ഭാഗത്തിപ്പോൾ ചെറിയ അരുവി ഒഴുകി പോകുന്നതിനാൽ ആ ഭാഗത്ത് റീറ്റേൺ വാളൊക്കെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. അപ്പം അത് കഴിഞ്ഞ ശേഷമായിരിക്കും സർവീസ് റോഡിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുക. കാണാൻ സാധിക്കും നല്ല ഒരു തോട് അതിൽ പാസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം ഇടതുവശത്ത്. ഇപ്പം 3 വരി പാത വെറ്റ് മിക്സൊക്കെ കമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇപ്പോൾ അടുത്ത് തന്നെ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നിങ്ങൾക്ക് കാണാം ഈ അരുവിക്ക് റീറ്റേൺ വാൾ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് അവിടെ. അപ്പം അതിന് ശേഷമായിരിക്കും ഈ സർവീസ് റോഡിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുക.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.